ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹാഷിരാമ സെഞ്ചുയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഹാഷിരാമ, ഹാഷിരാമയുടെ പവേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സെഞ്ചു ക്ലാനിൽ ജനിച്ച ഒരാളാണ് നമ്മുടെ ഹാഷിരാമ. നറൂട്ടോ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയുള്ള ക്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സെഞ്ചു ക്ലാനും വരും. ഈ ഒരു ഹാഷിരാമയുടെ ചെറുപ്പത്തിൽ സെഞ്ചു ക്ലാനും അതുപോലെ തന്നെ ഉച്ചിഹ ക്ലാനും ആ ജന്മ ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാനുകൾക്കിടയിൽ എപ്പോഴും യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹാഷിരാമയ്ക്കാണെങ്കിൽ ഈ ഒരു യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമാധാനമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കാനാണ് ഹാഷിരാമ എപ്പോഴും കരുതിയിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹാഷിരാമ യാദൃശികമായിട്ട് ഒരു ദിവസം നമ്മുടെ മാതരയെ കാണുന്നത്. മാതരയെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉച്ചിഹ വംശത്തിലുള്ള ഒരാളാണ് മാതറ. ഈ ഒരു മാതറ ഉച്ചിഹ വംശത്തിലായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെഞ്ചു ക്ലാനും ഉച്ചിഹ ക്ലാനും തമ്മിൽ ശത്രുക്കളാണെന്ന്. എന്നാൽ ഇവരാണെങ്കിൽ തങ്ങളുടെ വംശം ഏതാണെന്ന് പരസ്പരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹാഷിരാമയും തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മാതരയും സന്തോഷമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടാക്കണം എന്നായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ പരസ്പരം ട്രെയിനിങ് ചെയ്ത് ശക്തരാകാൻ വേണ്ടി എപ്പോഴും പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹാഷിരാമയും മാതരയും ഇങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു നദിയിൽ ഒരു ഡെഡ് ബോഡി ഒഴുകുന്നത് ഇവർ കാണുന്നു. അപ്പോൾ തന്നെ ഹാഷിരാമയ്ക്ക് ഇവിടെ അടുത്തെവിടെയോ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് പോകുന്നു. അതിനുശേഷമാണ് ഹാഷിരാമ ആ ഒരു വിവരം അറിയുന്നത്. തന്റെ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചുപോയി. അതായത് നമ്മുടെ ഹാഷിരാമ അടക്കം 3 ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഒരു ബ്രദർ മരിച്ചുപോയി, ബാക്കിയുള്ളത് നമ്മുടെ ടോബിരാമയാണ്. അങ്ങനെ ഹാഷിരാമ തന്റെ ഒരു ബ്രദർ വാറിൽ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വാറിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ഒരു ലോകത്ത് എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മാതരയോട് ഹാഷിരാമ പറയുന്നു. എന്നാൽ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാതരയുടെ അവസ്ഥ. കാരണം മാതരയുടെ ബ്രദറും ഒരു വാറിൽ മരിച്ചു പോയിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും സമാധാനം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും താൻ സെഞ്ചു ക്ലാനിലുള്ളതാണ്, അതുപോലെ മാതര ഉച്ചിഹ ക്ലാനിലുള്ളതാണ് എന്ന വിവരങ്ങളൊന്നും പരസ്പരം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഹാഷിരാമയും മാതരയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ടോബിരാമ ഇത് ദൂരെ നിന്നും കാണുന്നു. അപ്പോൾ തന്നെ ഈ ഒരു വിവരം എന്റെ പേരൻസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാഷിരാമയോട് ചോദിക്കും, നിന്റെ കൂടെയുള്ള അവന്റെ ക്ലാനിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ? അവനെ കണ്ടിട്ട് മിക്കവാറും അവനൊരു ഉച്ചിഹ ക്ലാനിലുള്ള ഒരാളായിരിക്കും. അവൻ വേണമെങ്കിൽ നിന്റെ അടുത്ത് ചെന്ന് നിന്റെ ക്ലാനിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ കൂട്ടത്തിൽ കൂടിയത് എന്നൊക്കെ ഇവരുടെ പേരൻസ് ഹാഷിരാമയോട് പറയുമ്പോൾ നമ്മുടെ ഹാഷിരാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു നല്ല കുട്ടിയാണ്, ഇൻ കേസ് അവനൊരു ഉച്ചിഹ ആണെങ്കിലും അവനൊരു നല്ല മനസ്സുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ എപ്പോഴത്തെയും പോലെ നമ്മുടെ ഹാഷിരാമയും മാതരയും അവരുടെ മെയിൻ സ്ഥലത്തെത്തി ആ ഒരു നദിയുടെ 2 വശത്തായി ഇരിക്കുന്നു. അങ്ങനെ ഇവർ എപ്പോഴും ചെയ്യാവുന്നത് പോലെ ഹാഷിരാമയും മാതരയും കല്ലെടുത്ത് പരസ്പരം എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ആ ഒരു കല്ല് രണ്ടുപേരും വായിക്കുന്ന സമയത്ത് രണ്ടുപേരും എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോ എന്നാണ് 2 കല്ലിലും എഴുതിയിട്ടുള്ളത്. അപ്പോഴതാ നമ്മുടെ മാതരയുടെ ഫാമിലിയും ഹാഷിരാമയുടെ ഫാമിലിയും അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഈ സമയമാണ് സത്യത്തിൽ തന്റെ കൂടെയുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് ശത്രു വംശത്തിലെ ആളാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഹാഷിരാമ മാതര ഉച്ചിഹ വംശത്തിലാണെങ്കിലും തനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ മാതരയ്ക്ക് അങ്ങനെയല്ല. കാരണം മാതരയുടെ സഹോദരനെ ഇല്ലാതാക്കിയത് സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് അത്രയധികം വെറുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ മാതര പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സെഞ്ചു ക്ലാനിലുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇനി നീ എന്റെ ഒരു ഫ്രണ്ട് അല്ല, നീ എന്റെ ശത്രുവാണ്. യുദ്ധത്തിൽ ഞാൻ നിന്നെ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഹാഷിരാമ ഒരുപാട് തവണ മാതരയോട് പറഞ്ഞു നോക്കും. എന്നാൽ അതിനൊന്നും നമ്മുടെ മാതര വഴങ്ങുകയുമില്ല. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പോൾ മാതരയും ഹാഷിരാമയും നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തങ്ങളുടെ വംശത്തിന്റെ ലീഡറായി മാറിയിട്ടുണ്ടാകും. ഈ ഒരു സമയമായാലും ഈ 2 ക്ലാൻ തമ്മിലുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. നമ്മുടെ ഹാഷിരാമയാണെങ്കിൽ ഉച്ചിഹ ക്ലാനിന്റെ അടുത്ത് പോയി നമ്മുടെ ലീഡറായിട്ടുള്ള മാതരയോട് പലതവണ ഹാഷിരാമ സംസാരിച്ചു നോക്കും. നമുക്ക് യുദ്ധങ്ങളൊക്കെ വേണ്ട, സമാധാനമായിട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. എന്നാൽ മാതര അതിനൊന്നും തയ്യാറാവുകയുമില്ല. അങ്ങനെ ഇവർക്കിടയിൽ എപ്പോഴും ഉണ്ടാവുന്നത് പോലെ ഇവിടെയും ഒരു യുദ്ധം നടക്കുന്നു. അതായത് ഒരു ഭാഗത്ത് നിന്നും ഹാഷിരാമയും മാതരയും ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ സഹോദരങ്ങളായിട്ടുള്ള അതായത് ഹാഷിരാമയുടെ ബ്രദറായിട്ടുള്ള ടോബിരാമയും അതുപോലെ തന്നെ മാതരയുടെ ബ്രദറും തമ്മിൽ മറ്റൊരു ഭാഗത്ത് നിന്നും ഫൈറ്റ് പോകുന്നു. ഈ സമയം നമ്മുടെ ടോബിരാമയാണെങ്കിൽ മാതരയുടെ ബ്രദറിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മാതരയുടെ ബ്രദറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചൂർഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ കാണുന്ന ഹാഷിരാമ മാതരയോട് ഒന്നും കൂടി പറയുന്നുണ്ട്, ഇതൊന്നും അവസാനിച്ചിട്ടില്ല, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം തന്നെ നമുക്ക് ഇല്ലാതാക്കാം, സമാധാനത്തിൽ കൊണ്ടുവരാം, ഒരുപാട് ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും. എന്നാൽ മാതരയാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതരയ്ക്ക് ആകെ പറയാനുള്ളത് തന്റെ ബ്രദറാണ്. തന്റെ ബ്രദറും മരിച്ചു പോകുന്നു. അങ്ങനെ മാതരയുടെ ബ്രദർ മരിച്ചതുകൊണ്ട് തന്നെ തനിക്ക് എറ്റേണൽ മാഗിക് ഷെർഗൻ കിട്ടുകയും ചെയ്തിരുന്നു. അത് വെച്ച് നമ്മുടെ മാതര സുസനയും അൺലോക്ക്
ബ്ലോക്ക് ചെയ്തു. ഇത്രയൊക്കെ പവർഫുൾ ആയ മാതറ പിന്നീട് വാറിൽ ഈസി ആയിട്ട് ജയിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ എത്രയൊക്കെ ഓവർ കോൺഫിഡൻസ് ആയാലും നമ്മുടെ ആശ്രാമ പിന്നെയും മാതറയോട് പറയുന്നുണ്ട് നമുക്കൊരു സമാധാനത്തിൽ പോകാം. എന്നിട്ടും മാതറ കേൾക്കുന്നില്ല. അങ്ങനെ ഫൈനലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആശ്രാമ തന്റെ വുഡ് സ്റ്റൈലൊക്കെ വെച്ച് മാതറയെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ മാതറയെ ഡിഫീറ്റ് ചെയ്തതിനു ശേഷമാണ് അവിടെ കറക്റ്റ് ആയി ടോബിരാമ വന്ന് ഇതാണ് നമുക്ക് പറ്റിയ അവസരം, ഇപ്പോൾ തന്നെ മാതറ അങ്ങ് തീർത്ത് കളയാമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഹാഷിരാമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതറ ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്. അതുകൂടാതെ ഇപ്പോൾ ഉച്ചിയ വംശത്തിന്റെ ലീഡറാണ് മാതറ. മാതറയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് പുതിയൊരു ലീഡർ വരും. ഈ ഒരു യുദ്ധവും കാലാകാലങ്ങളായി നീണ്ടുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നമുക്ക് അവസാനമായ ഒരു തീരുമാനത്തിൽ എത്താമെന്ന് മാതറയോട് പറയുന്നു. എന്നാൽ ഇതൊക്കെ കീഴ്വന്ന മാതറ പറയുന്നത് എനിക്കൊരു ഡിമാൻഡ് മാത്രമാണ് ഉള്ളത്. നീ നിന്റെ ബ്രദറായിട്ടുള്ള ടോബിരാമയെ അങ്ങ് തീർക്കണം. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഹാഷിരാമ പറയുന്നത് എനിക്ക് എന്റെ ബ്രദറിനെ കൊല്ലാനൊന്നും സാധിക്കില്ല. എന്നാൽ ടോബിരാമയുടെ ജീവന് പകരം നീ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ എന്ന് പറഞ്ഞ് ടോബിരാമ കുണായി എടുത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഹാഷിരാമ ഇത് ചെയ്യുന്നത് കണ്ട് അപ്പോൾ തന്നെ മാതറ അത് തടയുകയും ഫൈനലി ഹാഷിരാമ പറയുന്നത് നമ്മുടെ മാതറ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സെഞ്ചു ക്ലാനും ഉച്ചിയ ക്ലാനും ചേർന്ന് രണ്ടുപേരും സമാധാനത്തിൽ എത്തുകയും ഇരു കൂട്ടരും ചേർന്ന് ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഹിഡൻ ലീഫ് എന്ന വില്ലേജും ഇവിടെ വയ്ക്കുന്നു. അതുപോലെ പഴയതുപോലെ ഹാഷിരാമയും മാതറയും ഫ്രണ്ട്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു വില്ലേജിന്റെ ഹൊക്കാഗെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാഷിരാമയാണ്. ഷേഡോ ഹൊക്കാഗെ ആയിട്ട് നമ്മുടെ മാതറയും. എന്നാൽ ഈ ഒരു വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചിയ ക്ലാനും സെഞ്ചു ക്ലാനിലുള്ള ആൾക്കാരല്ലാതെ പുറത്തു നിന്നും മറ്റുള്ള ക്ലാനിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ഒരു വലിയ നേഷൻ ആയിട്ട് ഇത് മാറി. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ മാതറയുടെ മനസ്സ് പെട്ടെന്ന് മാറുന്നു. അതായത് ഇപ്പോൾ ഹാഷിരാമ പോയി കഴിഞ്ഞാൽ അടുത്ത ഹൊക്കാഗെ ആയിട്ട് വരുന്നത് നമ്മുടെ ടോബിരാമയാണ്. ടോബിരാമയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉച്ചിഹാസിനെ അത്രയധികം വെറുക്കുന്ന ഒരാളാണ് ടോബിരാമ. ടോബിരാമ ഇൻ കേസ് ഹൊക്കാഗെ ആയി കഴിഞ്ഞാൽ അത് ഉച്ചിഹാസിന് ഒരു വലിയ ഭീഷണി ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഹാഷിരാമയോട് പറയുമ്പോൾ ഹാഷിരാമ പറയുന്നത് നീ പിന്നെയും തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മാതറ പറയുന്നത് എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്കും കൂടുതൽ ശക്തനായി മാറണം. നീ ഈ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഇതൊന്നും കൊണ്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയില്ല. ഞാൻ എന്റേതായിട്ടുള്ള പാതയിൽ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുമെന്ന് പറഞ്ഞാണ് മാതറ ഈ ഒരു വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇതിനുശേഷം മറ്റുള്ള പ്രദേശത്തിലുള്ള ആൾക്കാർ ലീഫ് വില്ലേജ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഭൂപ്രദേശത്തിനൊക്കെ അനുസരിച്ച് അവരുടേതായിട്ടുള്ള ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിനൊക്കെ ഓരോ ഹൊക്കാഗേസ് ആയിട്ടും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാലം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ ലീഫ് വില്ലേജ് പോകുന്ന സമയത്താണ് പിന്നെയും നമ്മുടെ മാതറ തിരിച്ചു വരുന്നു. വെറുതെയല്ല, കൂടുതൽ ശക്തനായിട്ടാണ് ഇവിടെ മാതറ വരുന്നത്. നമ്മുടെ മാതറയെ ഇങ്ങനെ മാറ്റാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സെറ്റ്സും ആണ്. അങ്ങനെ മാതറ ലീഫ് വില്ലേജിന് അഗേൻസ്റ്റ് ആയിട്ട് വരുന്നത് മനസ്സിലാക്കി നമ്മുടെ ഹാഷിരാമ മാതറയോട് പറയുന്നു നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഉച്ചിഹാസിന് വേണ്ടിയല്ല. ഇവിടെ ഇപ്പോൾ ഉച്ചിഹാസും സെഞ്ചുവും പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നീ ഇപ്പോൾ ഈ ഒരു വില്ലേജിനെ തന്നെ മൊത്തത്തിലാണ് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോഴാണ് മാതറ പറയുന്നത് നീ ഈ ചെയ്തതൊക്കെ വളരെ വലിയ തെറ്റാണ്, നീ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന രീതിയിലാണ് ഇവിടെ മാതറ പറയുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഹാഷിരാമ ആദ്യമേ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ തന്നെ ആഗ്രഹമില്ല, നിന്നെ കൊല്ലാനും ആഗ്രഹമില്ല എന്നും പറയുന്നു. മാതറ പറയും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ മാതറയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതറ കുറാമയെ കൺട്രോൾ ചെയ്താണ് ഇവിടെ വരുന്നത്. കുറാമ എന്ന് പറയുന്നത് നമ്മുടെ നൈൻറ്റെയിൽ ബീസ്റ്റ്. അങ്ങനെ മാതറ നൈൻറ്റെയിൽ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്ത് അതിന്റെ മുകളിൽ സുസനോ ഒക്കെ വെച്ചാണ് ഹാഷിരാമയായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ മാതറ എന്തൊക്കെ യൂസ് ചെയ്താലും ഹാഷിരാമയുടെ അടുത്ത് ഇതൊന്നും വർക്കാകില്ല. നമ്മുടെ മാതറയാണെങ്കിൽ ഒരുപാട് നേരം ഷെറിങ്ങൻ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ താൻ പതിയെ വീക്കായി മാറുകയും ചെയ്യും. ഫൈനലി നമ്മുടെ ഹാഷിരാമ ഒരു വുഡ് ക്ലോൺ വെച്ച് മാതറയെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞാണ് ഹാഷിരാമയെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരു വില്ലേജിൽ നിന്നും കാഗൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾജർ വരുന്നത്. ഇവിടെ മാതറയ്ക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ കാഗൂസേന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹാഷിരാമയെ കൊല്ലാൻ വന്ന കാഗൂസയെ ഹാഷിരാമ ഈസിയായി പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് 5 കാഗേസും ചേർന്ന് നമ്മുടെ വില്ലേജുകൾക്കിടയിൽ ഇനിയൊരു യുദ്ധവും ഒന്നും തന്നെ വേണ്ട, നമുക്ക് ഇങ്ങനെ സമാധാനത്തിൽ അങ്ങ് പോകാം, ഈ ഒരു ഷിനോബി വേൾഡ് സമാധാനമായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹാഷിരാമ മരിക്കുന്നത്. പക്ഷെ ഹാഷിരാമ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് നമുക്ക് നറൂട്ടോ സീരീസിൽ കാണിച്ചു തന്നിട്ടില്ല. പല തിയറീസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസീസ് വന്നാണ് നമ്മുടെ ഹാഷിരാമ മരിച്ചത് എന്നാണ്. അതുകൂടാതെ വയസ്സായിട്ടും മരിച്ചു എന്ന് നമ്മുടെ ഹാഷിരാമയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഹാഷിരാമ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഹാഷിരാമയുടെ മറ്റു പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ ആനിമി സീരീസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഷിനോബി എന്ന് പറയുന്നത് നമ്മുടെ ഹാഷിരാമയാണ്. അതായത് ഒരു ഗോഡ് ലെവൽ ഈക്വൽ ആയിട്ടാണ് ഇവിടെ ഹാഷിരാമയെ കാണിച്ചു തന്നത്. മാതറ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാതറയെ തന്നെ ഡിഫീറ്റ് ചെയ്ത ഒരാളാണ് ഹാഷിരാമ. അതുപോലെ ഈ ഒരു വുഡ് സ്റ്റൈൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 3 പേരാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ യാമട്ടോ, അസുര, ഹാഷിരാമ. ഇതിൽ ഹാഷിരാമയാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു വുഡ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അതുപോലെ ഈ ഒരു ഹാഷിരാമയുടെ വുഡ് ക്ലോണും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇപ്പോഴുള്ള 5 കാഗേസിനെ വരെ നേരിടാൻ ഈ ഒരു വുഡ് ക്ലോണിന് സാധിക്കും. അതുപോലെ തന്നെ ഹാഷിരാമയ്ക്ക് സേജ് മോഡ് ഉണ്ട്.
ഇത്രയധികം ചാക്രയും ഉണ്ട്, റീജനറേഷൻ പോലുള്ള പല എബിലിറ്റീസും ഹാഷിറാമയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഹാഷിറാമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഹാഷിറാമയെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ പിന്നെ അടുത്തൊരു ക്യാരക്ടറിന്റെ വീഡിയോയുമായി പിന്നെ വരാം.